ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നല്ല അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഇട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. പാൻ ചൂടായ ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഇടണേ. അതിൻ്റെ കൂട്ടത്തിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് മസാല ഒരു 3-4 സ്പൂൺ ഇടാം. എരിക്ക് ആവശ്യമായ ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോരുത്, ചെറിയ തീയിലിട്ട് വേണം ചെയ്യാൻ. നല്ലതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊന്ന് ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ മസാല കൂട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇതാണ് നമുക്ക് മീനിനകത്ത് ചേർക്കാൻ പോകുന്നത്. ഇനി മീൻ ചട്ടി വെച്ച് ഒന്ന് ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരാൻ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ലേശം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയൊന്ന് പൊട്ടി വരാൻ വെയിറ്റ് ചെയ്യുക. രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് അതിനകത്ത് ഇച്ചിരി ലേശം വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കുക. എത്രയാണോ ഗ്രേവി വേണ്ടത് അത്രയും ഗ്രേവി നമ്മൾ ചേർത്ത് ഒന്ന് തിള വരാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉപ്പിടണം. തിള വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച വെള്ളച്ചോരയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നല്ല കഴുകിയെടുത്ത പുളി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഒന്നും വേണ്ട, ഇത്തിരിയായി കയ്പ്പാകും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞേച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 20 മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട. നല്ല സ്വാദുള്ള മീൻകറി റെഡി. താങ്ക് യു.